മൂവി വേൾഡ് മീഡിയയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒന്നല്ല രണ്ടല്ല 3 ഗസ്റ്റാണ്. പ്രത്യേക ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന 3 ഗസ്റ്റുകളാണ്. വീണ ചേച്ചി, ജയൻ ചേട്ടൻ ആൻഡ് ദേവിക. സോ വെൽക്കം ചേട്ടാ, ചേച്ചി, മോളെ. ഓക്കെ, സോ നമ്മളെല്ലാവരും ഇന്നിവിടെ എത്തിയിരിക്കുന്നത് PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. PDC അത്ര ചെറിയ ഡിഗ്രി അല്ല. PDC എന്ന് പറഞ്ഞാൽ എന്തുവാ, പ്രീ ഡിഗ്രി അത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്, അതോ അതിനകത്ത് വേറെ മീനിങ് ഉണ്ടോ? നമുക്ക് വീണ ചേച്ചി എന്താണ് പറയാനുള്ളത്? രണ്ട് രീതിയിൽ എടുത്തോ നിങ്ങള്. പ്രീ ഡിഗ്രി എന്നുള്ള സംഭവം ഉണ്ട്. പിഗ് എന്താ, പിഗ് ഡേഞ്ചറസ് ക്രീച്ചർ. പിഗ് ഈസ് എ ഡേഞ്ചറസ് ക്രീച്ചർ. അങ്ങനെ രണ്ടർത്ഥമുണ്ട്. ഞാൻ പ്രീ ഡിഗ്രി അല്ലായിരുന്നു, ഞാൻ +1 +2 പഠിച്ചത്. പക്ഷേ ഈ ഇന്റർവ്യൂ ഇന്ന് രാവിലെ തുടങ്ങിയപ്പോൾ മുതൽ പ്രീ ഡിഗ്രിയുടെ കഥകൾ കേട്ട് ലൊക്കേഷനിൽ നമുക്കുള്ള കഥകൾ അറിയാം. പക്ഷെ ജയൻ ചേട്ടൻ്റെയും മഞ്ജുച്ചൊക്കെ ഉണ്ടായിരുന്നു. മഞ്ജുച്ചയുടെ ഒക്കെ കഥകൾ കേട്ട് ദൈവമേ പ്രീ ഡിഗ്രിക്ക് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തില്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ ആണെങ്കിൽ അയ്യോ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ നല്ല രീതിയിൽ നേരത്തെ ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പറ്റിയാണ്. കാരണം അത്ര രസമാണ് അത്. ജയൻ ചേട്ടൻ തന്നെ പറയും അതിൻ്റെ രസകരമായിട്ടുള്ള അനുഭവങ്ങളും. പക്ഷേ പ്രണയം മസ്റ്റാണ്. പ്രണയ ഡിഗ്രി കോഴ്സ് എന്നാണ് PDCയുടെ ഫുൾ ഫോം. അപ്പൊ ഒരുപാട് പ്രീ ഡിഗ്രി കോഴ്സ് അല്ലാതെ ഇപ്പൊ പറഞ്ഞ പിഗ് ഇസ് നോട്ട് എ ഡേഞ്ചറസ് പ്രണയ ഡിഗ്രി കോഴ്സ് ഒന്നും ആക്കാം. അപ്പൊ ശരിക്കും നമ്മുടെ സിനിമയുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞത് എന്ത് വേണോ നമ്മൾ കാണുന്ന രീതിയിലിരിക്കും. നമ്മുടെ സിനിമ എങ്ങനെ പോർട്രേ ചെയ്തെടുക്കുന്നതിലിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ഈ എന്താ പറയാ പോസ്റ്റർ നോക്കുമ്പോ ആണെങ്കിൽ തന്നെ ചേച്ചി ഇങ്ങനെ തലച്ചൊറിഞ്ഞൊക്കെ നിൽക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു പിഗിനെ കാണും. അപ്പം അപ്പോഴേ മനസ്സിലായി പിഗുമായിട്ട് എന്തോ റിലേറ്റഡ് ആയിട്ടാണെന്ന് മനസ്സിലായിരുന്നു. അപ്പം എന്താണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു നാട്ടിൽ നടക്കുന്ന കഥയാണോ അതോ ഒരു വീട്ടിൽ നടക്കുന്ന കുറെ പയ്യൻസ് ഒക്കെ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ എന്താണ് ശരിക്കും ഈ സിനിമ ശരിക്കും 2 പോർഷനാണ്. ഓക്കെ, ഒന്ന് ഒരു 26 വർഷങ്ങൾക്ക് മുൻപ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളുടെ ഒരു ഏരിയ, ഒരു ന്യൂജൻ മൂവിയാണ്. ഒരു സിനിമയുടെ പകുതി അവരാണ്. ഇപ്പം 50 സീൻ സിനിമയുണ്ടെങ്കിൽ 25 സീൻ എന്ന് പറഞ്ഞാൽ അവരാണ്. ഈ അന്ന് കാണിച്ചിട്ടുള്ള കുട്ടികൾ ഇവർ 26 വർഷങ്ങൾക്ക് ശേഷം വളർന്ന് വലുതായി കഴിയുമ്പോൾ അവരുടെ ലൈഫാണ് സിനിമയുടെ വേറൊരു പാട്ട്. ക്യാരക്ടർ ഒരെണ്ണം തന്നെയാണ്. എല്ലാവരും ഒരേ 15 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ 15 ക്യാരക്ടേഴ്സിൻ്റെ കഥ തന്നെയാണ് പറയുന്നത്. പക്ഷേ അവരുടെ 2 സ്റ്റേജാണ്. ഒന്ന് 26 വർഷം മുൻപും ഒന്ന് 26 വർഷം ശേഷം. അത് പറഞ്ഞു പോകുന്നത് നോൺ ലീനിയർ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഓഫ് മൂവി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ കഥ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി പഴയതും തുടങ്ങി പുതിയതിലോട്ട് വരുന്നതല്ല. പുതിയതും പഴയതുമായിട്ടുള്ള ഇൻസിഡൻറ്റ് ബേസ്ഡ് ആയിട്ട് സിനിമ ക്രോസ് കട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുട്ടികളെന്ന് പറയുന്നത് മോളിൽ കാണുന്ന വലിയവരുടെ ചെറുതിലത്തെ വേഷമാണ്. ഈ കുട്ടി ഇവിടെ ഇരിക്കുന്നത് ദേവി അല്ലേ, ചെയ്യുന്ന മഞ്ജുവിൻ്റെ ചെറുതിലത്തെ വേഷമാണ്. മഞ്ജു പത്രോസിൻ്റെ ചെറുതിലത്തെ വേഷം. അതുപോലെ ഞങ്ങൾക്കൊക്കെ ഓരോ ചെറുതിലത്തെ വേഷക്കാരുണ്ട്. ഇവർ 15 വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അതിനാണ് പ്രണയം എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ 10ാം ക്ലാസ് വരെ വളരെ റെസ്ട്രിക്ഷനോടുകൂടി സ്കൂളിൽ നമ്മളെ അച്ചടക്കത്തോടെ പഠിപ്പിച്ചിട്ട് ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിച്ച ആൾക്കാരാണ്. നമ്മൾ പ്രീ ഡിഗ്രി ആകുമ്പോൾ കോളേജിലോട്ട് ചെല്ലുമ്പോൾ, സ്കൂൾ വിട്ട് കോളേജ് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രീഡമുണ്ട്, ഒരു ആമ്പിൾ ഫ്രീഡമാണ്. അവിടെ നമ്മൾ 17 വയസ്സിൽ നമ്മൾ വല്ലാണ്ട് ക്രഷ് മൂത്ത് പ്രണയവും എല്ലാം തല കുതിക്കുന്ന പ്രായം അതാണ്. അവിടെ ആ സമയത്ത് തോന്നുന്ന പ്രണയവും വികാരങ്ങളും അടുപ്പങ്ങളും ബന്ധങ്ങളും എല്ലാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടുത്തെ കളികളും ആ പ്രായത്തിൻ്റെ എല്ലാ ലാഞ്ചനകളും വളരെ ക്ലീൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതേ ആൾക്കാർ ഒരു 26 വർഷങ്ങൾക്ക് ശേഷം ഒരു വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ വീണ്ടും ഒന്നിച്ചിട്ട് ഇവരൊന്നിച്ച് കാണുമ്പോൾ ഇവരൊന്നിച്ച് കൂട്ടിമുട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് കാണിക്കുന്നത്. ക്യാരക്ടേഴ്സ് 15 ഉള്ളൂ, അവരുടെ 2 ഏജാണ് സിനിമയിൽ. വളരെ രസകരമായിട്ട് തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അതിനകത്ത് ഈ പറയുന്ന പോലെ പ്രണയമുണ്ട്, ദേഷ്യമുണ്ട്, നൈരാശ്യമുണ്ട്, വൈരാഗ്യമുണ്ട്, കണ്ടിന്യൂറ്റി ഓഫ് ഈ ദേഷ്യം ഉള്ളിൽ കിടക്കുന്നതിൻ്റെ ഉണ്ട്, കുറേ പേരുടെ വികാരങ്ങൾ. ഇപ്പം നിങ്ങൾ ക്ലാസ്മേറ്റ് സിനിമ കണ്ടല്ലോ, അതിനകത്ത് കുറേ വർഷങ്ങളുടെ മാറ്റം വരുമ്പം ആൾക്കാർക്കുണ്ടാകുന്ന മാനസാന്തരപ്പെട്ട് സ്വഭാവ മാറ്റമില്ല, അതൊക്കെ ഈ സിനിമയിലുമുണ്ട്. പക്ഷേ ഇത് ഒരു ബയോപിക്കാണ്. ഇത് കൊല്ലത്ത് നമ്മുടെ ഡയറക്ടർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അവരുടെ കൂട്ടുകാരുടെ ലൈഫിൽ നടന്നിട്ടുള്ള റിയൽ ലൈഫ് ഒരു ബയോപിക്കാണ്. അദ്ദേഹം അതിന് ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ബയോപിക്
ബയോ ഫിക്ഷൻ കോമഡി എന്നാണ്. എന്ന് പറഞ്ഞാൽ ബയോപിക്ക് മാത്രമല്ല, അതിനകത്ത് കുറച്ച് ഫിക്ഷ്യസ് ആയിട്ട് പുള്ളിയുടെ കാഴ്ചപ്പാടിലുള്ള ഇല്യൂസീവ് കുറേ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. പ്ലസ് ഇൻ എ കോമിക്കൽ വേ ഒരു കോമഡി ആഡ് ഓൺ ചെയ്തിട്ടാണ്, ലൂബ്രിക്കൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ജനങ്ങളിലോട്ട് എത്താൻ കുറച്ച് കോമഡി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ നർമ്മത്തിലൂടെ കുറച്ച് ഫിക്ഷ്യസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാവനാ സമൃദ്ധമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്യാരക്ടർ ഇതിനകത്തുണ്ട്. ബിനു പപ്പു ചെയ്യുന്ന വേഷം അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹം അതിനകത്തൊരു നീതിപൂർവ്വമല്ലാത്തൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തല്ലിപ്പൊളിത്തരം ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഡയറക്ടറുടെ. പക്ഷെ പുള്ളി സിനിമയിൽ വന്നപ്പോൾ ആ ക്യാരക്ടറിനെ ഏറ്റവും ആദർശധീരനായ ദൈവതുല്യനായ, എന്നിട്ട് പുള്ളി ചെയ്ത കോമാളിത്തരം മുഴുവൻ മറ്റുള്ളവരുടെ തല്ലിലോട്ട്. അപ്പൊ അത് പുള്ളി എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് പുള്ളി അതിനെ എല്ലാ ഇന്റർവ്യൂവിലും പറയും. അത് ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിലാരും കൈകടത്താൻ പാടില്ല. സ്വന്തം ക്യാരക്ടറിൽ വന്നപ്പം പുള്ളി അങ്ങനെ നമ്മളെയൊക്കെ കൊള്ളരുതാത്തവരുമാക്കി. എനിക്ക് അതായി കുഴപ്പം, അത് നെഗറ്റീവായിട്ടാണ് പുള്ളി കണ്ടിരിക്കുന്നത്. പക്ഷെ സിനിമയിലെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോ അത് ഒരു ട്വിസ്റ്റ്, അതാണ് ഒരു സസ്പെൻസ് ആണ് അതിനകത്തുള്ളത്. പിന്നെ പന്നിക്കും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ സിനിമക്കകത്ത്. കാരണം പന്നി ഒരു കാരണക്കാരനാണ്. പന്നി ഈസ് എ കോൺസെപ്റ്റ്, യു ആർ നോട്ട് സീയിങ് ഇറ്റ്. നമുക്ക് സിനിമയിൽ നമ്മൾ പന്നിയെ കാണുന്നില്ല, പോസ്റ്ററിൽ മാത്രമേ കാണുന്നുള്ളൂ. സിനിമയിൽ പന്നിയെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, പറഞ്ഞ മനസ്സിലായി. പക്ഷെ പന്നി ഈ സിനിമയിലെ സംഭവങ്ങൾക്കൊക്കെ ഒരു കാരണക്കാരനാണ്. ഒരു വാട്സാപ്പിൽ മെസ്സേജ് വരുന്നതാണ്, എടാ അടിച്ചു പൊളിക്കാം, പാടാ നമുക്ക് രണ്ടെണ്ണം അടിക്കാം, നമുക്ക് പന്നിയൊക്കെ ഉണ്ട്. നമ്മളൊരു 40-45 വയസ്സൊക്കെ ആകുമ്പോൾ പ്രായക്കാർ പാടാ രണ്ടെണ്ണം വൈകിട്ട് അടിക്കാം, നമുക്ക് പന്നി ഫ്രൈ ഉണ്ട് അടിക്കാന്നൊക്കെ പറഞ്ഞ് ആരായാലും ചാടിക്കയറി ചെല്ലത്തില്ലേ. അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് ഈ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഈ അയച്ച മെസ്സേജിൻ്റെ ഒരു കോപ്പി ഫോറസ്റ്റുകാർക്ക് കിട്ടുകയാണ്. നമ്മൾ വൈൽഡ് ആനിമൽസിലെ വേട്ടയാടിയാൽ നമുക്ക് ഭയങ്കര ക്രിമിനൽ ഒഫൻസാണ്. ഒരാളെ കൊന്നാൽ അത്രയും ശിക്ഷയില്ല, ഒരു പന്നിയെ കൊന്നാൽ നമ്മൾ അകത്താ. അപ്പോൾ ആ വിഷയം ഇതകത്തായി പോവുകയും ചെയ്തു, സാധനം വരികയും ചെയ്തു. പിന്നെ അതിൻ്റെ ടാക്ലിംഗ് ആണ് ആ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിഗ് ഈസ് എ ഡേഞ്ചറസ് ക്രീച്ചർ എന്ന് പറയുന്നതിന്റെ ഒരു കാരണം അതാണ്. ചേട്ടൻ കൂടുതലായിട്ടും നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ആണല്ലോ കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്ന പോലെ അങ്ങനെയൊക്കെ എന്തെങ്കിലും? ഉറപ്പായിട്ടും നിങ്ങളെക്കാളും മുമ്പേ ഞാൻ ചിന്തിക്കുമല്ലോ, അത് ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നു എന്നുള്ള തോന്നൽ നമുക്ക് വളരെ വലുതായിട്ടുള്ളതുകൊണ്ട് നമ്മൾ പലതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയിലോട്ട് പലയിടത്തും കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ എൻ്റെ സ്വന്തം കുറച്ച് വർക്കുകളുമായിട്ട് എഴുത്തുകളുമായിട്ടൊക്കെ നീങ്ങാൻ ഉണ്ടായ കാരണം തന്നെ അതുകൊണ്ടാണ്. കാരണം ഞാൻ ഒരേപോലത്തെ കുറേ എൻ്റെ ഫിസിക്ക് മാത്രം മതി, എന്നിലെ ആർട്ടിസ്റ്റിനെ പലർക്കും വേണ്ട, എൻ്റെ ഫിസിക്ക് മാത്രം മതി എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിപ്രഷനുണ്ട്, ഒരു ഭയങ്കര വിഷമമുണ്ട്. കാരണം നമ്മൾ സിനിമയിൽ വരുന്നത് നമ്മൾ സിനിമ അൾട്ടിമേറ്റ് ആണ് എന്ന് കണ്ടിട്ട് ഇതിൽ നിന്നുള്ള വരുമാനം മനസ്സിൽ കണ്ടിട്ട് ഈ സിനിമയിൽ വന്നിട്ടുള്ള ആളല്ല ഞാനിതിനകത്ത് ചെയ്യാത്ത പണികളൊന്നുമില്ല. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കോ റൈറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഈവൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമുക്കൊരു വേഷം കിട്ടുന്നത്. ഇതൊന്നും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത രീതിയിലല്ല ഇതിനകത്ത് സഞ്ചാരപദങ്ങൾ. അപ്പം നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ഇത് സംഭവിക്കാതെ വരുമ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾ തിരിച്ചറിയുന്നതിന് ഒരു 5 ദിവസം മുമ്പേ നമ്മൾ തിരിച്ചറിയും നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു, നമ്മൾ ഈ സഞ്ചാരപഥം ശരിയല്ല, ഈ ഓർബിറ്റ് നമുക്ക് കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഇത് നിങ്ങളെക്കാളും മുമ്പേ തിരിച്ചറിയുന്ന ആൾക്കാർ തന്നെ നമ്മൾ. പിന്നെ പലപ്പോഴും നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ പലരുടെയും സെൻസ് അനുവദിക്കാറില്ല. ഞാൻ പിന്നെ ഈ പൊതുപ്രവർത്തകനായിട്ട് രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് ഇത് അഡ്മിറ്റ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല എന്നറിയുന്നതുകൊണ്ട് ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. ഇല്ലെങ്കിൽ ഞാൻ വേണേൽ സാധാരണ ഗതിയിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയാം. പക്ഷെ ഒരു കാര്യമില്ല, സത്യം അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അഡ്മിറ്റ് ചെയ്തു എന്നുള്ളത്.